ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങളുടെ ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് SITക്ക് കത്തയച്ച രമേശ് ചെന്നിത്തല 500 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് തയ്യാറാണെന്നും ചെന്നിത്തല പറഞ്ഞു. അതേസമയം കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജിയെ എതിർക്കാനാണ് SITയുടെ തീരുമാനം. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിച്ചതയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന കൊള്ളസംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പരാതി. അറസ്റ്റിലായിരിക്കുന്നവർ കേസിലെ സഹപ്രതികൾ മാത്രമെന്നും മുഖ്യ സംഘാടകർ അന്വേഷണത്തിന്റെ പരിധിയിലായിട്ടില്ലെന്നും കത്തിൽ. വലിയ 500 മുതൽ 1000 കോടി വരെ കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സർക്കാരും CPM-ഉം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ്. അതേസമയം കേസിൽ രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജിയെ എതിർക്കാനാണ് SITയുടെ തീരുമാനം. അന്വേഷണത്തിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ഈ ഘട്ടത്തിൽ രേഖകൾ കൈമാറുന്നത് ഉചിതമല്ലെന്നും SIT വാദിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.